മൂവാറ്റുപുഴയിലെ ലഹരി സംഘത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയ തോക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് കണ്ടെത്തൽ. ലഹരി ഇടപാടിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഈ തോക്ക് കൈവശം വെച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതി ഹരീഷ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് എന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. 24ന്റെ ഒരു ബ്രേക്കിംഗ് ആണ് രാവിലത്തേത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന. വിഷ്ണു, നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന മലപ്പുറം ജില്ലയിലെ പര്യടനം തുടങ്ങി തിരുമാന്ധാം കുന്നിൽ നിന്ന്, അതായത് അങ്ങാടിപ്പുറത്ത് നിന്ന് മലപ്പുറത്തെ പര്യടനം തുടങ്ങുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം കൊച്ചിയിൽ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നത്. ഒരു വലിയ സംഘമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് വിഷ്ണു? വിജയകുമാർ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മൂന്നംഗ സംഘത്തെ മൂവാറ്റുപുഴയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. ഇവരുടെ കാറിൽ നിന്ന് MDMA-യും കഞ്ചാവും അതോടൊപ്പം തന്നെ ഒരു പിസ്റ്റലും പോലീസ് പിടികൂടിയിരുന്നു. ഈ പിസ്റ്റലിന് ലൈസൻസ് ഇല്ല. ഇത് ഇവർ ഈ ലഹരി വിൽപ്പനക്ക് വേണ്ടി, അതിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിൽ ഒന്നാം പ്രതിയായ ഹരീഷ്, അയാൾ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ സിനിമാ മേഖലയിലെ ലഹരി വിപണനം ഇയാൾ നടത്തിയിട്ടുള്ളതായി എക്സൈസ് സംശയിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിലെ രണ്ടാം പ്രതി ഷാലിം, ഇയാൾ ഒരു മാസം മുമ്പ് NDPS കേസിൽ പിടിയിലാകുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും MDMA വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ഈ MDMA എത്തിക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ മേഖലയിൽ, ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും സിനിമാക്കാർക്കിടയിലും ലഹരി വിൽക്കുന്ന സംഘം എന്നുള്ളതാണ് എക്സൈസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിൽ ഈ റൂറൽ മേഖലകളിൽ ഇത്തരത്തിൽ MDMA-യും വസ്തുക്കളും ഒക്കെ വിപണനം നടത്തുന്ന സംഘമാണ് ഇവർ. ഒരാഴ്ചത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഇന്നലെ കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടി ഈ മൂന്നുപേരെയും പോലീസ് പിടികൂടിയത്. ഇവരെ കാറടക്കം എക്സൈസ് പിടികൂടിയത്. ഇവരെ കാറടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഒരു വശത്ത് എക്സൈസും പോലീസും ഒക്കെ ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കി കൊണ്ടുപോകുമ്പോഴും കൊച്ചിയിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. അവരുടെ വരവിനും അവരുടെ വിപണനത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകുന്നില്ല. വിജയകുമാർ.